പൂജ ഇപ്പോൾ എവിടെയാണ്? പൂജയുടെ അവസ്ഥ എന്താണ്? പൂജ ശരിക്കും ബിഗ് ബോസിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കപ്പെട്ടതാണോ, അതോ പൂജയ്ക്ക് വയ്യാതെ പൂജ പോയതാണോ, പൂജ ക്വിറ്റ് ചെയ്താണോ, വാക്ക്ഡ് ഔട്ട് ആണോ, പൂജ തിരിച്ചു വരുമോ? എന്താണ് പൂജയെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ? പൂജയുടെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പൂജയുടെ അവസ്ഥ എന്താണ്? പൂജയ്ക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ബെഡ് റെസ്റ്റ് ആണോ? 2 ആഴ്ചത്തെ ബെഡ് റെസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് പൂജയെക്കുറിച്ച്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പൂജയുടെ കാര്യം എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്, പൂജയ്ക്ക് 2 ആഴ്ചത്തെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഡിസ്കിന് എന്തോ, എനിക്ക് ഡിസ്കിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ ഫിസിക്കലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്നാലും ഞാൻ അറിഞ്ഞത് വെച്ചാൽ എന്തോ പൊങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഡിസ്കിൻ്റെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഇങ്ങനെ ഡിസ്കിൻ്റെ അവിടെ ഇങ്ങനെ എന്തോ പൊങ്ങിയിരിക്കുകയാണ്. അപ്പം 2 ആഴ്ചത്തെ റെസ്റ്റ്, പൂർണ്ണമായിട്ടും 2 ആഴ്ചത്തെ ബെഡ് റെസ്റ്റ് വേണമെന്നാണ് അറിഞ്ഞത്. പൂജയുടെ അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. ചെന്നൈയിലെ ഹോസ്പിറ്റലിലാണ് പൂജ. അവിടെ നിന്നും ട്രാവൽ ഒട്ടും പറ്റത്തില്ല. പൂജയ്ക്ക് ട്രാവൽ ചെയ്യാനേ പറ്റത്തില്ല, ട്രാവൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ 2 ആഴ്ചത്തെ റെസ്റ്റ് പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിന് തോന്നുവാണ് ഇങ്ങനെ ഒരു ചാൻസ് വീണ്ടും പൂജയ്ക്ക് കൊടുക്കാം എന്ന് തോന്നിയാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പൂജയ്ക്ക് 2 ആഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞാലും പിന്നെയും വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ അങ്ങനെ ഒന്നും ചെയ്യാനേ പറ്റത്തില്ല. ഒത്തിരി നാളത്തെ റെസ്റ്റ് പൂജയ്ക്ക് വേണ്ടി വരും. അതായത് ഈ ബെഡ് റെസ്റ്റ് പൂർണ്ണമായിട്ടും ബെഡ് റെസ്റ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ചാടി ഓടാൻ പറ്റത്തില്ലല്ലോ. പതിയെ ഓക്കെ ആയി വരാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൂജയുടെ കാര്യത്തിൽ പതിയെ മാത്രമേ ഒരു കംപ്ലീറ്റ് റിക്കവറി വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോഴും ഭേദമായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എനിക്കാന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയുടെ അമ്മയോടെ ഉണ്ട്. ഇനി ചേച്ചിയോ അനിയത്തിയോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പൂജയുടെ അമ്മ എവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ ബിഗ് ബോസിൻ്റെ കീഴിൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് മാറിയിട്ട് തിരിച്ച് പൂജയ്ക്ക് വാക്ക് ഔട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. മിക്കവാറും ലാലേട്ടൻ തന്നെ ഈ ആഴ്ച വരുമ്പോൾ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് ബിഗ് ബോസ് അറിയിക്കും. പൂജയ്ക്ക് 2 ദിവസത്തെ ഡ്രസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം പൂജയ്ക്ക് വരാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ് പൂജയ്ക്ക് ഉള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു സിവിയർ ഇഷ്യൂ ആണ്. ഇങ്ങനെ അവിടെ എന്തോ നടുവിൻ്റെ എവിടെയാണോ ഡിസ്കിൻ്റെ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ എന്തോ പൊങ്ങിയിരിക്കുകയാണ്. അപ്പം അത് ശരിയാവണം എന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തെ പൂർണ്ണമായിട്ടുള്ള ബെഡ് റെസ്റ്റ് വേണം. അതാണ് അറിയുന്നത്. അപ്പം ഇതാണ് പൂജയുടെ കാര്യം. പൂജയ്ക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ടീമിന് കൊണ്ടുവരണം എന്നവർ കരുതിയാൽ പോലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് അറിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒത്തിരി പേര് ആ ഒരു കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് പൂജയുടെ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തേരം, മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.